പ്ലാസിബോ. ഇനി നോസിബോ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ എന്റെ കയ്യിൽ ഒരു മുഴ വന്നു, ഉടനെ തന്നെ ആ മുഴയെ കുറിച്ച് ഞാൻ ഗൂഗിളിലും യൂട്യൂബിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആ മുഴയെ കുറിച്ച് ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ചിന്തകളാണ് നമുക്ക്, അതായത് ചികിത്സാ കച്ചവടത്തിന്റെ ഭാഗമായി എഴുതപ്പെട്ട ലേഖനങ്ങളും എടുക്കപ്പെട്ട വീഡിയോകളും പ്രബന്ധങ്ങളും ഒക്കെയാണ് ഈ യൂട്യൂബിലും ഗൂഗിളിലും മറ്റുമൊക്കെ നമ്മൾ ഒരു രോഗവുമായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ വിവരങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു? ശേഖരിക്കുന്നു. ആ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അതിൻ്റെതായ ഭയപ്പെടുത്തുന്ന തീവ്രതയേറിയ വികാരങ്ങളിൽ നിന്നുണ്ടാകും. ആ വികാരങ്ങൾ എന്റെ ശരീരത്തിലെ ഹോർമോൺ വ്യവസ്ഥയെ തന്നെ തകരാറിലാക്കും. എന്റെ ശരീരത്തിൽ നിന്ന് നിരന്തരം അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഓരോ വികാരങ്ങളും ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ചിന്തകൾ ഏത് തരത്തിലാണോ നമ്മളിൽ ഉണ്ടാകുന്നത് അതനുസരിച്ചുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ആ പച്ചമാങ്ങയുടെ ആ പുളിമാങ്ങയുടെ കാര്യം പറഞ്ഞു അല്ലെ? ആ പുളിമാങ്ങയുടെ കാര്യവും ആ ഒരു സംഭവവും പറഞ്ഞപ്പോൾ നിങ്ങൾക്കും അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചിത്രങ്ങളായിട്ട് ഒരു സിനിമ പോലെ, ഒരു വീഡിയോ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് തെളിഞ്ഞു വരുന്നു അല്ലെ? അത് ഈ ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് തെളിഞ്ഞു വരുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ? അപ്പോൾ മനസ്സിൽ നിരന്തരമായിട്ടുള്ള ഓരോ അനുഭവങ്ങളും, നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഇമേജസ് ആൻഡ് ഇമോഷൻ ആയിട്ട് ശേഖരിക്കപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ എന്റെ ഈ ചിന്തകൾ എന്ത് ചെയ്യും? ഓരോ ഇമോഷനുകൾ എന്നിൽ ഉണ്ടാക്കും. ഓരോ വികാരങ്ങളും നമുക്ക് ആവശ്യത്തിനാണ് നൽകിയിട്ടുള്ളത്. ഭയം എന്ന് പറയുന്ന വികാരം നമ്മുടെ ആവശ്യത്തിന്, ഒരു പട്ടി കടിക്കാൻ വേണ്ടി വരുന്നു, പെട്ടെന്ന് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടുവാനുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലെ? അപ്പോൾ ഭയമെന്ന് പറയുന്ന ഒരു വികാരവും നമ്മുടെ രക്ഷയ്ക്കാണ്. വിശപ്പെന്ന് പറയുന്ന ഒരു വികാരം എന്തിനു വേണ്ടിയാണ്? നമുക്ക് വിശന്നാൽ മാത്രമല്ലേ നമ്മൾ ആഹാരം കഴിക്കുകയുള്ളൂ. അപ്പോൾ അതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെ ഓരോ വികാരങ്ങളും, ദേഷ്യമാണെങ്കിലും ഇപ്പോൾ ഒരു പോലീസുകാരന് കള്ളനോട് കുറച്ച് ദേഷ്യപ്പെട്ടാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഓരോ വികാരങ്ങളും, അപ്പോൾ ഓരോ വികാരങ്ങളും നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിനും ഒക്കെ വേണ്ടിയാണ് ഓരോ വികാരങ്ങളും സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ ആ വികാരങ്ങളുടെ ബാലൻസ്, അതായത് തീവ്രതയേറിയ വികാരങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോഴാണ് ഈ മനസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ പ്രേതഭൂത പിശാച് ബാധകളൊക്കെ പിടിക്കുന്നവരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. അവരുടെ ആ മനസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയാണ്. കാരണം മനസ്സിന്റെ ഒരു തട്ടിലേക്ക് ഭയം എന്ന് പറയുന്ന ഒരു വികാരം കൂടുതലായി എത്തുന്നത് കൊണ്ട് അതിന്റെ ബാലൻസ് നഷ്ടപ്പെടുക. മനസ്സൊരു ബാലൻസിലാണ്, ഒരു ത്രാസ് പോലൊരു ബാലൻസിലാണ്. ഇപ്പോൾ ഒരാൾ രാത്രി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ കണ്ട് ഭയപ്പെടുകയാണ്. നോക്കുക, എന്തോ ഒരു വെള്ള രൂപത്തിലുള്ള എന്തോ ഒന്ന് കണ്ട് ഭയപ്പെടുന്നു. ആ ഭയം ഉള്ളിൽ എന്ത് ചെയ്യും? ആ മനസ്സിന്റെ മനസ്സിന്റെ ആ ബാലൻസ് നഷ്ടപ്പെടുത്തും. ഭയം ഈ തട്ടിൽ കൂടുമ്പോൾ തട്ട് താഴ്ന്നു നിൽക്കും. അപ്പം ബാലൻസ് നഷ്ടപ്പെടും. ഇതാണ് അയാളിൽ പിന്നെ ഈ ഉപബോധ മനസ്സിൽ ആ ഭയത്തിൻ്റെതായ വികാരം ചിത്തത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും അതനുസരിച്ച് പല പല വികാരങ്ങളും വിചാരങ്ങളും അദ്ദേഹം അനാവശ്യ ചിന്തകളും ഒക്കെ നിരന്തരമായിട്ട് അദ്ദേഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രേതഭൂത പിശാച് ബാധകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പാരാനോർമൽ സൈക്കോളജിയുടെ വിഭാഗത്തിലൊക്കെ ഒരുപാട് തെളിവുകൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട് കിട്ടുക. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. നമ്മൾ ഏതിലേക്കാണോ ദൃഷ്ടി ബാധിക്കുന്നത് അത് നമ്മളെ ഭരിക്കും. നമ്മൾ ആരെയാണോ ബഹുമാനിക്കുന്നത് അവർ നമ്മളെ ഭരിക്കും. അപ്പോൾ നമ്മളെ ഭരിക്കേണ്ടത് ആരാണോ അവരെ നമ്മൾ ബഹുമാനിക്കുവാൻ പാടുള്ളൂ അല്ലെ? അപ്പോൾ ആ നിരന്തരമായ ആ ഭയം നമ്മളിൽ ആ രോഗത്തെ ആകർഷിച്ചെടുക്കും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ എന്താണോ നിരന്തരമായി ഈ ബോധമനസ്സിൽ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചിന്തകൾ ചിത്തത്തിൽ സ്ഥിരപ്പെടുകയും ആ ചിത്തത്തിൽ സ്ഥിരപ്പെടുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്ന ഒരു തലം പ്രവർത്തിക്കുകയും ഒരുപാട് ന്യൂറോണുകളുടെ ഫയറിങ്ങും ഒക്കെ നടക്കുകയും അതിന്റെ ഒരു ശൃംഖല രൂപപ്പെടുകയും ആ പ്രശ്നങ്ങളിൽ തന്നെ നമ്മൾ ചിന്തിച്ച് ആ പ്രശ്നങ്ങളിൽ തന്നെ നമ്മുടെ മനസ്സിനെ മുക്കി വെച്ചുകൊണ്ട് നമ്മൾ അസ്വസ്ഥജനകമായിട്ടുള്ള ജീവിതമായിരിക്കും നയിക്കുന്നത്. ഇത് പലവിധ രോഗങ്ങൾ ഉണ്ടാക്കും. ഇതാണ് നോസിബോ എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ എല്ലാം ചിന്തകളാണ് അല്ലെ? ചിന്തകളാണ്. അപ്പൊ അടുത്ത നിമിഷത്തിൽ നമ്മളിൽ നിന്ന് വരുന്ന ചിന്ത എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. ഭാവി കാലം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഭൂതകാലത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളുടെയും ഒരു ആവർത്തനമാണ്. നമ്മുടെ അക്കൗണ്ടൊക്കെ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്ലോസ് ഡൗൺ ചെയ്യും, എന്നിട്ട് അടുത്ത അക്കൗണ്ട് എഴുതുമ്പോൾ ബ്രോക്ക് ഡൗൺ ചെയ്യും. അതുപോലെ
മുൻ കടന്ന ദിവസങ്ങളിൽ പാസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മളുടെ ചിന്തകളിൽ രൂപപ്പെട്ടിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ന്യൂറൽ പാത്വേ RAS റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മളിൽ ഡെവലപ്പ് ആവുകയും അതിനനുസരിച്ചുള്ള ചിന്തകളായിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഈ നിമിഷം നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ഭാവി ചിട്ടപ്പെടുത്തുന്നത്. APJ അബ്ദുൽ കലാം പറഞ്ഞു, യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ് ആൻഡ് ഷുവർലി യുവർ ഹാബിറ്റ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ എന്ന്. അതായത് നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നതെന്ന്. അപ്പോൾ ഓരോ ചിന്തകളും പലതരം പ്രവർത്തികൾ മനസാ വാച കർമ്മണ പലതരം പ്രവർത്തികൾക്ക് രൂപം നൽകുന്നു. ആ പലതരം പ്രവർത്തികൾ പലതരം ശീലങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. ആ പലതരം ശീലങ്ങൾ നമ്മളെ പലതരം സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നു. ആ പലതരം സ്വഭാവം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നു. ഒരു ജീവിതത്തിൻ്റെതായ ഒരു തലം രൂപപ്പെടുത്തുന്നു. ആ ഒരു ജീവിതത്തിൻ്റെതായ തലത്തിൽ നിന്ന് വീണ്ടും നമ്മളിൽ ചിന്തകൾ, ആ തലത്തിൽ നിന്ന് ചിന്തകൾ രൂപപ്പെടുന്നു. ആ ചിന്തകളിൽ നിന്ന് ആ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി മികവേറിയ ഒരു തലമാണെങ്കിൽ ആ മികവേറിയ തലത്തിൽ നിന്ന് കുറച്ചും കൂടി മികവേറിയ ചിന്തകൾ ഉണ്ടാകുന്നു. ആ മികവേറിയ ചിന്തകളിൽ നിന്ന് കുറച്ചും കൂടി മികവേറിയ പ്രവർത്തികൾ, ആ മികവേറിയ പ്രവർത്തികളിൽ നിന്ന് കുറച്ചും കൂടി മികവേറിയ ഒരു സ്വഭാവം, ഒരു തലം, ജീവിത തലം ഒക്കെ രൂപം. മറിച്ച് മോശകരമായിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ തന്നെ നമ്മുടെ മനസ്സിനെ മുക്കി വെച്ചുകൊണ്ടുള്ള ഒരു ചിന്താ തലമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അസ്വസ്ഥതാജനകമായ ഒരു ചിന്താതലം, ഒരു ജീവിതം നമ്മൾ രൂപപ്പെടുന്നു. ആ അസ്വസ്ഥജനകമായിട്ടുള്ള ആ ജീവിതത്തിൽ നിന്ന് വീണ്ടും മോശകരമായ ചിന്തകൾ ഉണ്ടാകുന്നു. ആ മോശകരമായ ചിന്തകളിൽ നിന്ന് മോശകരമായ പ്രവർത്തികൾ, മോശകരമായ പ്രവർത്തികളിൽ നിന്ന് മോശകരമായ ശീലങ്ങൾ, മോശകരമായ ശീലങ്ങളിൽ നിന്ന് മോശകരമായ ഒരു ജീവിതതലം, ആ ഒരു മോശകരമായ ഒരു ജീവിതതലത്തിൽ നിന്ന് വീണ്ടും മോശകരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഇതാണ് ചിന്തകളുടേതായ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഈ ലോകത്ത് കാണും, അല്ലെ? അതിൽ നമുക്ക് എല്ലാം വേണ്ടതാണോ? അല്ല. നമ്മൾ വേണ്ടുന്ന മാത്രം എടുക്കുന്നു. അതേപോലെ നിരന്തരമായിട്ട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്ന പരിഹാരത്തിന് എന്താണോ, ഏത് ചിന്തയാണോ ആവശ്യം അതിനെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രശ്ന പരിഹാരത്തിനുള്ള വികാരത്തിൽ മുങ്ങിക്കിടക്കാതെ വിവേകപൂർവമായിട്ടുള്ള ചിന്തയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. എല്ലാം ചിന്തകളാണ്. ആ ചിന്തകളെ നിരീക്ഷിക്കുക. നിരന്തരം നമ്മൾ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് കണ്ടെത്തുക. ഇതൊരു നിരന്തര അഭ്യാസമാണ്, അല്ലെ? ഞാൻ കൃഷ്ണൻ യോഗഭാവങ്ങളെല്ലാം വിവരിച്ചു കഴിയുമ്പോൾ അർജുനൻ നമ്മളെപ്പോലുള്ള ആ ധീരനായ അർജുനൻ പോലും നമ്മുടെ തലത്തിൽ നിന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കൃഷ്ണ, അങ്ങ് പറഞ്ഞ ഈ യോഗഭാവങ്ങളെല്ലാം സ്വീകരിക്കാൻ മനസ്സ്, ചഞ്ചലമായിട്ടുള്ള മനസ്സുകൊണ്ട് കാര്യമില്ലല്ലോ, ശക്തമായൊരു മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കണമല്ലോ. പക്ഷെ ഈ മനസ്സെന്ന് പറയുന്നത് കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തുന്നത് പോലെ ദുഷ്കരമാണ് താൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, അല്ലയോ അർജുന, മനസ്സെന്ന് പറയുന്നത് നിരന്തരം പ്രക്ഷുബ്ധവും പിടിച്ചാൽ നിൽക്കാത്തതും ചഞ്ചലവുമാണെന്ന് എനിക്കറിയാം. പക്ഷെ അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് അതിനെ നമുക്ക് നിയന്ത്രണത്തിൽ വരുത്താം. ഇതൊരു പ്രാക്ടീസാണ്. ഞാൻ പറഞ്ഞില്ലേ, നീന്തൽ എന്ന് പറയുന്ന ഒരു സ്കില്ല് നമ്മൾ നേടിയെടുക്കുന്ന നിരന്തരമായ അഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്നത് പോലെ നിരന്തരമായ അഭ്യാസത്തിലൂടെയാണ് നമ്മൾ ഇത് നേടിയെടുക്കേണ്ടത്. അങ്ങനെ മനസ്സിന്റെ ഏകാഗ്രതയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നമ്മൾ അക്യുപങ്ചർ ചികിത്സയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും വൻ വിജയങ്ങൾ. ഏകാഗ്രതമായ മനസ്സെന്ന് പറയുന്നത് 3 ലോകങ്ങളെയും ജയിച്ചു എന്നാണ് പറയുന്നത്. ഒരാളുടെ മനുഷ്യന്റെ ആ മനസ്സിന്റെ ആ ഏകാഗ്രതയിലേക്ക് എത്തുക എന്ന് പറയുന്നത്, അതാണ് നിങ്ങൾ അക്യുപങ്ചർ ചികിത്സയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഏകാഗ്രമായ ഒരു മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ ഏതൊക്കെ അവസ്ഥകളിലൂടെയാണ്, പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന, പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഏത് അവസ്ഥകളിലൂടെയാണോ കടന്നു പോകുന്നത്, ആ അവസ്ഥകളെല്ലാം തരണം ചെയ്യുവാനുള്ള ഒരു സഹനശക്തിയും കഴിവും ആ മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ 700 കോടി മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളാണ്. ആരും ഈ ലോകത്ത് സുഖാനുഭവങ്ങളിലല്ല. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളെല്ലാം അതിജീവിക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള കരുത്ത് ആ വ്യക്തിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അന്ധനായിട്ടാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബധിരനായിട്ടാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ മാതാവോ പിതാവോ ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ പലതരം വൈകല്യങ്ങളിലൂടെ ജനിച്ചാലും ആ വൈകല്യങ്ങളൊപ്പം തന്നെ ഈ ഭൂമിയിൽ
അവന്റെ മരണം വരെ ജീവിക്കുവാനുള്ള ഒരു കഴിവ്, ഒരു സഹന ശക്തി അവന് നൽകപ്പെട്ടിട്ടുണ്ട്, സൃഷ്ടാവ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മുടെ ഓരോ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുവാൻ. അപ്പോൾ പലരും ഈ പ്രശ്നങ്ങളിൽ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പരീക്ഷണങ്ങളിൽ ഈ ഒരു ചിന്താതലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഈ ഒരു അറിവ് ആ ഒരു സമയത്ത് ഈ ചിന്താതലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ പ്രശ്നങ്ങളെ വളരെ സാവധാനപൂർവ്വം സമാധാനപൂർവ്വം ആ പ്രശ്നങ്ങളുടെ വികാരങ്ങളിൽ അകപ്പെടാതെ വിവേകപൂർണമായ തീരുമാനങ്ങളിലൂടെ വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്.